മുത്തോലപുരത്ത് ജനവാസ മേഖലയിൽ പ്ലൈവുഡ് ഫാക്ടറി നിർമ്മിക്കുന്നതിനായി നടത്തിയ മണ്ണെടുപ്പ് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ തടഞ്ഞു. ഇലഞ്ഞി പഞ്ചായത്തിലെ 4-ാം വാർഡിൽ പ്ലൈവുഡ് ഫാക്ടറി നിർമ്മിക്കുന്നതിനായി 3.5 ഏക്കർ സ്ഥലത്താണ് മണ്ണെടുപ്പ് നടത്തുന്നത്. ജനവാസ മേഖലയിൽ ആരംഭിക്കുന്ന പ്ലൈവുഡ് ഫാക്ടറിയുടെ പ്രവർത്തനം ജനജീവിതത്തെ സാരമായി ബാധിക്കുമെന്നും മണ്ണെടുപ്പിനെ തുടർന്ന് പ്രദേശത്തെ റോഡ് തകരുന്നു എന്നുമാണ് പ്രദേശവാസികളുടെ ആക്ഷേപം. വീതി കുറഞ്ഞ ഗ്രാമീണ റോഡിലൂടെ ദിവസവും ടൺ കണക്കിന് മണ്ണ് കയറ്റിയ ടോറസ് ലോറികളാണ് പായുന്നത്. റോഡിന്റെ പല ഭാഗങ്ങളും ഇതിനകം തന്നെ തകർന്നു കഴിഞ്ഞു. ഇവയ്ക്ക് ഒരു നിയന്ത്രണം വരുത്തണമെന്നും മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട പെർമിറ്റുകൾ പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രദേശവാസികൾ വാഹനം തടഞ്ഞത്. പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് ഇലഞ്ഞി പഞ്ചായത്ത് പ്രസിഡന്റ് KG ഷിബു, വാർഡ് മെമ്പർ റോസ്ലി സാബു, പഞ്ചായത്ത് സെക്രട്ടറി തോമസ് ഉമ്മൻ എന്നിവർ സ്ഥലത്തെത്തി മണ്ണെടുപ്പ് നടത്തുന്ന സൺറൈസ് കമ്പനി അധികൃതരുമായി ചർച്ച നടത്തി. അപ്പം നമ്മളിപ്പോ സ്വാഭാവികം കൊണ്ടാൽ മതി. ഓൾറെഡി റോയൽറ്റി അടച്ചിരിക്കണല്ലേ, അപ്പോഴത്തേക്കും നമുക്ക് ഉപാധികൾ തന്നിട്ടില്ല. 6 മീറ്ററിന് പൊക്കത്ത് വീതി വഴിക്കുണ്ട്. ഇത് പഞ്ചായത്തിന് സമർപ്പിച്ച വഴി. പിന്നെ നോക്കുന്നത് കാര്യമാണ് നിങ്ങൾ അത് ചെയ്യണം. പിന്നെ രണ്ടാമത് പഞ്ചായത്തുമായിട്ട് നിങ്ങളൊരു എഗ്രിമെന്റ്, നിങ്ങൾ സ്ഥല ഉടമ, മണ്ണെടുക്കുന്ന ആളല്ല, സ്ഥല ഉടമ പഞ്ചായത്തുമായിട്ടൊരു എഗ്രിമെന്റ് വേണം. നിങ്ങൾക്ക് നാളെ ഇവിടെ ഫാക്ടറി നടത്താനുള്ളതല്ലേ, നിങ്ങൾ എന്തായാലും അതിനുള്ള പെർമിറ്റ് എടുത്തിരിക്കുന്നതല്ലേ. നിങ്ങൾക്ക് ഇവിടെ ഫാക്ടറി നടത്താനുള്ള അനുമതി ലഭിക്കണമെങ്കിൽ ഈ റോഡ് മെയിൻറ്റെയിൻ ചെയ്ത് തന്നോളാം എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇതിന് ചെയ്യാൻ പറ്റുള്ളൂ. ഈ 2 കാര്യങ്ങളാണ് എനിക്ക് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് പറയാനുള്ളത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നതുവരെ റോഡിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കമ്പനി ഏറ്റെടുക്കണമെന്നും ടോറസ് ലോറികൾ ഓടുന്നത് മൂലം റോഡിന് സംഭവിക്കുന്ന തകരാറുകൾ കമ്പനിയുടെ ചെലവിൽ പരിഹരിക്കണമെന്നും വീതി കുറഞ്ഞ റോഡിലൂടെയുള്ള ഗതാഗതം സുരക്ഷിതമാക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും കമ്പനി അധികൃതരോട് പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. പ്രദേശവാസികളും പഞ്ചായത്ത് നേതൃത്വവും മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ കമ്പനി അധികൃതർ പൂർണ്ണമായി അംഗീകരിച്ചു. വ്യവസ്ഥകൾ അംഗീകരിച്ചുകൊണ്ട് സെക്രട്ടറിയുമായി എഗ്രിമെന്റ് വയ്ക്കുവാനും തീരുമാനമായി. ആവശ്യമെങ്കിൽ മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട പെർമിറ്റും അനുബന്ധ ഡോക്യുമെന്റ്സും പഞ്ചായത്ത് മെമ്പർ പരിശോധിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. സൺറൈസ് എന്ന പ്ലൈവുഡ് കമ്പനി പെർമിറ്റ് എടുത്തുകൊണ്ട് ഈ മേഖലയിൽ അവരുടെ പ്രവർത്തനം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ഇവിടെ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തിയാണ് നാട്ടുകാർ തടഞ്ഞിട്ടുള്ളത്. നാട്ടുകാർ ഒട്ടേറെ ആശങ്കകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പഞ്ചായത്തിനെ അറിയിച്ചിട്ടുള്ളത്. ഒന്ന്, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡായ കാഞ്ഞിരമല-കാച്ചിറ റോഡ് അത് താറുമാറായി കഴിഞ്ഞാൽ അവർക്കെതിരെയുള്ള വാഹന ഗതാഗതവും അവരുടെ യാത്രയ്ക്ക് തടസ്സവും നേരിടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടാകുന്നത് എന്നാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. അതോടൊപ്പം തന്നെ ഈ കമ്പനി ഇവിടെ വരുന്നത് തന്നെ ഇവിടേക്ക് പാരിസ്ഥിതികമായി ഒട്ടേറെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള ആശങ്കയും അവർ ഈ അവസരത്തിൽ പങ്കുവയ്ക്കുകയുണ്ടായി. എലഞ്ഞി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഇതിനകത്ത് ഇടപെടാനുള്ള ആകെ ഒരു കാര്യം എന്നുള്ളത്, ഇത് മൈനിങ് ആൻഡ് ജിയോളജി ഏതാണ്ട് 2000-ഓളം പാസ് ഇഷ്യൂ ചെയ്യുകയും അവർക്ക് അതിനുള്ള പ്രവർത്തനാനുമതി കൊടുക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പഞ്ചായത്തിന് ഈ റോഡ് സംബന്ധിച്ചുള്ള ഒരു ഉറപ്പാണ് ഇവിടെ പൊതുജനങ്ങൾക്കായി നൽകുവാനുള്ളത്. അത് ഈ കമ്പനിയുടെ ഇതിൽ മണ്ണെടുക്കുന്ന കമ്പനിയുടെ പ്രതിനിധികളുമായി ചർച്ച ചെയ്ത് ഈ റോഡ് പൂർവ്വസ്ഥിതിയിലാക്കി, താറുമാറായി പോകുന്ന ഈ റോഡ് പൂർവ്വസ്ഥിതിയിലാക്കി കൊടുത്തുകൊള്ളാമെന്നുള്ള അവരുടെ ഉറപ്പും, അതുവരത്തേക്ക് മണ്ണെടുക്കുന്ന സമയത്ത് നാട്ടുകാർക്ക് അസൗകര്യം ഉണ്ടാകാത്ത രീതിയിൽ റോഡിന് ഇരുവശവും അതിന്റെ സൈഡ് ക്ലീൻ ചെയ്യുകയും വാഹന തടസ്സമില്ലാത്ത രീതിയിൽ റോഡ് മെയിൻ ഭാഗത്തും ഈ മണ്ണെടുത്ത് തുടങ്ങുന്ന ഭാഗത്തും അതിനുള്ള സിഗ്നൽ സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ട് ആളുകൾ നിർത്തിക്കൊണ്ട് ഫോൺ വഴി സന്ദേശം കൊടുത്തുകൊണ്ട് വാഹന തടസ്സം ഇല്ലാത്ത രീതിയിൽ നാട്ടുകാർക്ക് അവരുടെ വാഹനങ്ങളുമായി സൗകര്യമായി ഈ റോഡിലൂടെ പോകുന്നതിനുള്ള സൗകര്യം ഒരുക്കിക്കൊള്ളാമെന്നുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഈ പെർമിറ്റ് തീരുന്നവരെ കാലത്തേക്ക് മണ്ണെടുക്കുന്നതിനുള്ള അനുവാദം കൊടുക്കുകയാണ്. തുടർ നടപടികൾ പിന്നീട് ആലോചിച്ച് തീരുമാനിക്കുന്നതാണ്. ഇവിടെയെങ്കിലും നല്ലൊരു കളക്ഷൻസ് ഉണ്ടായാൽ മതിയായിരുന്നു. ഹായ്, നമസ്കാരം. നമസ്കാരം. കുറച്ച് ടൈൽസ് ഒക്കെ വന്നത്. ഓക്കെ, വരൂ. എനിക്ക് നല്ല ഭംഗിയുള്ള വെറൈറ്റി ഡിസൈൻസ് ആവണം. പിന്നെ ഇമ്പോർട്ടഡ് ടൈൽസ് വേണം. ഓക്കെ, അതിനൊത്ത് ഭംഗിയുള്ള സാനിറ്ററി ഐറ്റംസും വേണം. ഇതെല്ലാം വാങ്ങുമ്പോ ബഡ്ജറ്റും ഫ്രണ്ട്ലി ആവണം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് യാതൊരു കോംപ്രമൈസും പാടില്ല. അതെ, കറക്റ്റ് സ്ഥലത്താ വന്നേ. യാതൊരു കോംപ്രമൈസും വേണ്ട. കറക്റ്റ് സ്ഥലത്ത് വന്ന ഒരു കോംപ്രമൈസും ഇല്ല. ഹൗസ് ഓഫ് ടൈൽസ് നിങ്ങളുടെ വീടിന് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ടൈൽസിനും സാനിറ്ററി ഐറ്റംസിനും വിശ്വസ്തയോടുകൂടി സമീപിക്കാവുന്ന സ്ഥാപനം ഹൗസ് ഓഫ് ടൈൽസ്, കൂത്താട്ടുകുളം, കൊച്ചി. കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ, റെക്കോർഡിംഗ് ക്യാമറ,
സ്പീക്കർ LED ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ്, കീ സെൻസറിംഗ്, റിമോട്ട് കീ, സെന്റർ ലോക്ക്, പവർ വിൻഡോ, റിവേഴ്സ് സെൻസർ, കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ, സീറ്റ് കവറുകൾ തുടങ്ങിയ ആക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു.